കുട്ടികളെ, നമ്മൾ ഇന്ന് നിങ്ങളുടെ സെക്കൻഡ് ഇയറിലെ ബോട്ടണി ഒന്നാമത്തെ ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അതിൽ റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ +1 മുതൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, സ്കൂളിലുമൊക്കെ പഠിച്ചിട്ടുണ്ട്. അസെക്ഷുവൽ, സെക്ഷുവൽ. അപ്പോൾ ഇതിൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണി പേരൻ്റലാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ബൈ പേരൻ്റലാണ്. യൂണി പേരൻ്റൽ ആൻഡ് ദിസ് ഇസ് ബൈ പേരൻ്റൽ. കുട്ടികളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററും അതോടൊപ്പം ഇനി വരുന്ന ചാപ്റ്ററിൻ്റെയും നമ്മൾ ഈ പഠിപ്പിക്കുന്നത് മാത്രമായിട്ടുള്ള ഒരു ചെറിയ നോട്ട്സ് നമ്മളോട് ഇതിനോടൊപ്പം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നോട്ട്സ് നിങ്ങൾ ഒരു ഫോട്ടോ കോപ്പി എടുത്തതിന് ശേഷം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിൽ ആഡ് ചെയ്യേണ്ടതുണ്ടാവും. അത് നിങ്ങൾ ആഡ് ചെയ്യുക. ബാക്കിയുള്ള മിക്കവാറും കാര്യങ്ങൾ ആ നോട്ട്സിനകത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ക്ലാസ് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയേണ്ടതില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറയുകയാണ്. 2 സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് ഒരു പുതിയ സെല്ലായി ആ സെല്ല് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പം നമ്മൾ ഒന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു ഫസ്റ്റ് ഇയറിൽ ഒരു സെൽ തിയറി പഠിക്കുകയുണ്ടായി. ആ തിയറി പറയുന്നു എല്ലാ ഓർഗാനിസംസും സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പം നമ്മളത് ചുമ്മാ കാണാതെ പഠിക്കുകയല്ല, നമ്മൾ കുറച്ച് മനസ്സിലാക്കുക. ബയോളജിയുടെ ആംഗിളിൽ നിങ്ങൾ പുറത്തുള്ള നിങ്ങൾ ജീവജാലങ്ങളെ, പ്ലാന്റ് ആവട്ടെ അനിമൽ ആവട്ടെ, അതിനെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം സെല്ലുകളെയാണ് നമ്മൾ കാണുന്നത്. നോക്കൂ, ആ ഒരു ആംഗിളിൽ നമ്മളൊന്ന് നോക്കൂ. സാധാരണഗതിയിൽ നമ്മൾ ചുമ്മാ അങ്ങ് കാണാതെ പഠിച്ചങ്ങ് വിടും. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അത് 2 സെന്റൻസ് അങ്ങ് കാണാതെ പഠിക്കുകയല്ല, നമ്മൾ ചുറ്റും ഒന്ന് വീക്ഷിക്കുന്നത് ആ പഠിച്ച ആ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുക. അപ്പോൾ സെൽ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലുകൾ നിങ്ങൾക്കറിയാം. കോടാനുകൂടി സെല്ലുകൾ ഒരു മൾട്ടി സെല്ലുലാർ നമ്മുടെയൊക്കെ ബോഡിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പ്ലാന്റ്സ്, പട്ടി പൂച്ച എന്ന് വേണ്ട നമ്മൾ വെളിയിൽ കാണുന്ന അനിമൽസ് എല്ലാം സെല്ലുകളാണ്. നമ്മൾ കാണുന്ന പ്ലാന്റുകളെല്ലാം തന്നെ സെല്ലുകളാണ്. ഓഫ് കോഴ്സ് നമുക്ക് ഒരു സെല്ല് കാണുന്ന മൈക്രോസ്കോപ്പിലൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്താ രാവിലെ കഴിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്കാണ് നിങ്ങളിത് കാണുന്നെങ്കിൽ ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്, അല്ലെങ്കിൽ വൈകുന്നേരം എന്താ കഴിക്കാൻ പോകുന്നത്, അതും നമ്മൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ നോക്കൂ. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. അതായത് നമ്മൾ കഴിക്കുന്നതെല്ലാം, നിങ്ങൾ കഴിച്ചത് വെജിറ്റേറിയൻ ആവട്ടെ നോൺ വെജിറ്റേറിയൻ ആവട്ടെ, നിങ്ങളെല്ലാം സെല്ലുകളെയാണ് കഴിക്കുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതോടൊപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കഴിക്കുന്നത്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് സെല്ലുകളാണ്, നമ്മൾ കഴിക്കുന്നത് സെല്ലുകളാണ്. അപ്പോൾ ശരിക്കും എന്താണ് ഈ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് സെല്ലുകൾ സെല്ലുകളെ കഴിക്കുകയാണ്. അനിമൽസ് ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ അനിമൽസിൻ്റെ ബോഡി മുഴുവൻ സെല്ലുകളാണ്. അവർ കഴിക്കുന്നതും ഫുഡെന്ന് പറയുന്നതും സെല്ലുകളാണ്. സെല്ലുകളെ കഴിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ഒരു കാര്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബോഡിക്ക് പുതിയ സെല്ലുകളെ ഉണ്ടാക്കണമെങ്കിലും എനർജി കിട്ടണമെങ്കിലും വേറെ സെല്ലുകളെ കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം കുട്ടികൾ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ വേറെ സെല്ലുകളെ കഴിക്കാതെ, അതായത് വേറെ സെല്ലുകളെ ബോഡിക്ക് അകത്തോട്ട് എടുക്കാതെ പുതിയ സെല്ലുകളെ ഉണ്ടാക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കത്തില്ലേ? സാധിക്കും. യെസ്, അതാണ് പ്ലാന്റ്സ്.
നിങ്ങൾ പ്ലാന്റ്സിൻ്റെ ന്യൂട്രീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഓട്ടോട്രോഫിക് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഓട്ടോട്രോഫിക് എന്നുള്ളതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ന്യൂട്രീഷനെ നിങ്ങൾ ഹെറ്ററോട്രോഫിക് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഹെറ്ററോട്രോഫ്സിന് മറ്റു സെല്ലുകളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്ത് അതുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓട്ടോട്രോഫ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ മറ്റു സെല്ലുകൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബ് ചെയ്യാതെ തന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. നമ്മൾ സെൽ തിയറി, അപ്പോൾ എല്ലാം സെല്ലുകളാണ്. അപ്പോൾ സെൽ തിയറി പറയുന്നു, നോക്കൂ, നാളെ മുതൽ നിങ്ങൾ വെളിയിലിറങ്ങി അനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ കാണുമ്പോൾ ഇങ്ങനൊരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കുക, അതെല്ലാം സെല്ലുകളാണ്, എല്ലാം സെല്ലുകളാണ്. അപ്പോൾ രണ്ട് സെല്ലുകൾ ഫ്യൂസ് ചെയ്യുകയാണ്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള, മിക്കവാറും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള രണ്ട് സെല്ലുകൾ ഫ്യൂസ് ചെയ്ത് ഒരു സെല്ലായി ഇതൊരു ഓർഗാനിസം ആകുകയാണ്. ഓർഗാനിസംസ് എന്ന് പറഞ്ഞാലും സെല്ലുകൾ തന്നെ മനസ്സിലാക്കുക. സോ ദിസ് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഈ ഫ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഗമീറ്റ്സ് എന്നാണ് പറയുക. ഫ്യൂസ് ചെയ്യുന്ന ആ ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയും സിൻഗമി അഥവാ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ആ സെല്ലുകൾ ഫ്യൂസ് ചെയ്തുണ്ടാകുന്ന പുതിയ സെല്ലിന്റെ പേര് സൈഗോട്ട്, നിങ്ങൾക്കറിയാം. അങ്ങനെ അത് പുതിയ ഓർഗാനിസമായിട്ട് മാറും. ഓക്കെ, ഒരു സെല്ല് മെയിൽ ഗമീറ്റ്, മറ്റേ സെല്ല് ഫീമെയിൽ ഗമീറ്റ്. നമ്മളും ലൈഫ് തുടങ്ങുന്നത് ഇതുപോലെ ഒരു സെല്ലിൽ നിന്നാണ്, മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ കാണുന്ന ബോഡിയിലുള്ള ട്രില്യൺസ് ഓഫ് സെൽസ്, ട്രില്യൺ എന്ന് പറഞ്ഞാൽ ഒന്നിനു ശേഷം 12 പൂജ്യയുടെ 1,00,000 കോടി, അതാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത്. മോർ ദാൻ 100 ട്രില്യൺ സെൽസ് നമ്മുടെ ബോഡിയിലുണ്ട് എന്ന് പറയുന്നു. അതെല്ലാം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ. നമ്മുടെ ലൈഫ് എല്ലാം നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ മാത്രമല്ല, നമ്മൾ ഈ കാണുന്ന അനിമൽസ് എല്ലാം, കാണുന്ന മിക്കവാറും പ്ലാന്റ്സ് എല്ലാം ഇതുപോലെ ഒരു സെല്ലിൽ നിന്നാണ് ലൈഫ് തുടങ്ങുന്നത്. അതാണ്, അതായത് രണ്ട് പേരൻസ് ചേർന്ന് പുതിയ ഓർഗാനിസംസിനെ ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഈസ് വൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ബൈപേരന്റൽ. ഇതല്ലാത്തതെല്ലാം അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിപേരന്റ്, ഒരു ഓർഗാനിസത്തിൽ നിന്ന് അത് പല രീതിയിലാവാം നേരെ പുതിയ ഓർഗാനിസംസ് ഉണ്ടാകുകയാണ്. രണ്ടാമത്തേത് നിങ്ങൾക്കറിയാം, ആ പ്രിന്റഡ് നോട്ടിൽ, നമ്മുടെ നോട്ടിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരേ ഒരു തരം സെൽ ഡിവിഷനേ ഉള്ളൂ, മൈറ്റോസിസ് മാത്രമേ ഉള്ളൂ. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഓഫ് കോഴ്സ് മൈറ്റോസിസ് ഉണ്ട്, അത് കൂടാതെ വേറൊരു ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ട്, മയോസിസ്. ഈ മയോസിസ് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഇല്ല, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് മൈറ്റോസിസ്, മയോസിസ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു സെല്ലെടുക്കാം, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു സെല്ല്, ന്യൂക്ലിയസ് ഉള്ള സെല്ലെടുക്കുക. അതായത് പ്ലാന്റ് സെല്ലോ ആനിമൽ സെല്ലോ എടുക്കുക, ബാക്ടീരിയൽ സെല്ലല്ല, അത് പ്രോകാരിയോട്ടിക് എന്ന് പറയും, ന്യൂക്ലിയസ് ഇല്ല. ഈ ന്യൂക്ലിയസിനകത്ത് ഒരു നെറ്റ് പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്, വല പോലെയുള്ള ഒരു സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് ക്രൊമാറ്റിൻ. ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് രണ്ട് തരം കെമിക്കൽസ് ചേരുന്നതാണ്. ഒന്ന് DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിയിക് ആസിഡ്. രണ്ടാമത്തേത് പ്രോട്ടീനുകളാണ്, ഹിസ്റ്റോൺസ് എന്ന് പറയും. ക്രൊമാറ്റിൻ ഈ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മാത്രം, ഓർക്കുക, സെല്ല് വിഭജിക്കുക, ഡിവിഷന്റെ സമയത്ത് ഈ ക്രൊമാറ്റിൻ എന്ന് പറയുന്ന വലകളെല്ലാം കൂടി നെറ്റ് പോലുള്ള സ്ട്രക്ചർ കൂടി ചേർന്ന് ഇതുപോലെയുള്ള നീണ്ട റോഡ് ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറുകൾ ഉണ്ടാവും. ഇതിനെയാണ് ക്രോമസോംസ് എന്ന് പറയുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്രോമസോംസ് നമ്മുടെ ഏത് ബോഡി സെൽ എടുത്താലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 46 ക്രോമസോമുകൾ അല്ലെങ്കിൽ 23 ജോഡി ക്രോമസോമുകളാണ് ഉള്ളത്. അപ്പൊ 23 ജോഡി എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും എൻ്റെ സ്കൂളിലെ കുട്ടികളോട് പറയാറുണ്ട്,
ഒരു 23 ജോഡി ചെരുപ്പുകൾ നിങ്ങൾ സങ്കല്പിക്കുക. ഒന്നാമത്തെ ജോഡി ഏറ്റവും വലുതായിരിക്കുന്നു, അടുത്തത് ഒന്നാമത്തെ ജോഡി ഏറ്റവും വലുതാണ്, അതിനേക്കാൾ ചെറുതാണ് അടുത്ത ജോഡി, അതിനേക്കാൾ ചെറുതാണ് അടുത്ത പെയർ. അങ്ങനെയുള്ള ഒരു 23 പെയർ ക്രോമസോമുകൾ സങ്കല്പിക്കുക. 23 ജോഡി. ഞാൻ എൻ്റെ സ്കൂളിൽ കുട്ടികളോട് പറയാറുണ്ട്, ഒരു 23 ജോഡി ചെരുപ്പുകൾ സങ്കല്പിക്കുക. അതായത് ഒന്നാമത്തെ ജോഡി ഏറ്റവും വലുതാണ്, അതിനേക്കാൾ ചെറുതാണ് അടുത്ത ജോഡി, അതിനേക്കാൾ ചെറുതാണ് അടുത്ത ജോഡി. അങ്ങനെയുള്ള ഒരു 23 ജോഡി ചെരുപ്പുകൾ. അത് എങ്ങനെയോ അതുപോലെയുള്ള രീതിയിലാണ് ഈ 23 ജോഡി ക്രോമസോമുകൾ ഉദ്ദേശിക്കുന്നത്. 23 ഒരു ജോഡി എടുത്താൽ രണ്ടും ഒരേ സൈസ് ഐഡന്റിക്കലാണ് എന്ന് പഠിക്കുക. അടുത്ത ജോഡി എടുത്താലും അത് രണ്ടും ഐഡന്റിക്കൽ ആയിരിക്കും, അടുത്ത ജോഡി എടുത്താൽ അതും ഐഡന്റിക്കൽ ആയിരിക്കും. 23 ജോഡി. ഒന്നിൽ നിന്ന് 23ലേക്ക് വരുമ്പോൾ ഓരോ ജോഡിയിലും അതിൻ്റെ ഒന്നിൽ നിന്ന് നമ്പർ അനുസരിച്ച്, ആ വലിപ്പത്തിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ നമ്പറിങ് നടത്തുക. ഒന്നാമത്തെ ജോഡിയേക്കാൾ ചെറുതാണ് രണ്ടാമത്തെ ജോഡി, മൂന്നാമത്തെ ജോഡി അതിനേക്കാൾ ചെറുതാണ്, അങ്ങനെ പോകും. അപ്പോൾ മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്രോമസോമുകൾ അതേപടി നിലനിർത്തുന്ന ഡിവിഷനാണ് മൈറ്റോസിസ്. നമ്മുടെ ബോഡി സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഡോട്ടർ സെൽസിലും അതേ ക്രോമസോമുകൾ തന്നെയാണ്. അതാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. മയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമസോം പകുതിയാകുന്ന ഡിവിഷനാണ് മയോസിസ്, അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയും. അതായത് ആ 23 ജോഡി ക്രോമസോമുകൾ, ഇത് നമ്മളൊരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഇത് കാണിക്കുകയാണ്. എക്സാക്റ്റ് ആയിട്ടുള്ള ക്രോമസോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്നൊരു ചെറിയ വേരിയേഷൻ ഉണ്ട്. എന്നാൽ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതിയാവും. ഇത് രണ്ടും ഐഡന്റിക്കലാണ്, ഇത് ഐഡന്റിക്കലാണ്, ഇത് ഐഡന്റിക്കലാണ്. 3-3. അപ്പോൾ ഓരോ പെയറിൽ നിന്നും ഓരോ എണ്ണം എൻ്റർ ചെയ്താൽ ഇങ്ങനെ 3 എണ്ണം, 1, 2, 3, അടുത്ത 1, 2, 3, ഇങ്ങനെ ക്രോമസോമുകൾ ഓരോരോ സെറ്റുകളായി സെപ്പറേറ്റ് ചെയ്യുക. മൊത്തത്തിൽ 2 സെറ്റ് ക്രോമസോം ഉണ്ട്. നമ്മളിവിടെ എഴുതും 2n = 6 എന്ന് എഴുതും. നമ്മുടെ കേസിലാണ് ഇതുപോലെ 46 അല്ലെ 23 ജോഡി ഉള്ളത് കൊണ്ട് 2n = 46 എന്ന് എഴുതും. therefore ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ 23. ഓരോ ജോഡിയിലും ഓരോ എണ്ണം എടുക്കുന്നതാണ് ഒരു സെറ്റ്. ബാക്കിയുള്ളത് ബാക്കി ഇതിൻ്റെ ഒരു കോപ്പി തന്നെയായിരിക്കും. അതാണ് ഹാപ്ലോയിഡ് നമ്പർ എന്ന് നമ്മൾ പറയും. ഇത് ഡിപ്ലോയിഡ് നമ്പർ എന്ന് പറയും. അപ്പൊ ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആകുന്ന ഡിവിഷനാണ് മയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറയുന്നു, ഈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്നവർ ജനറ്റിക്കലി സിമിലർ ആയിരിക്കും. ഉണ്ടാകുന്നതെല്ലാം ഒരേപോലെ, ജനറ്റിക് ക്വാളിറ്റി സെയിം ആണ്. ക്ലോൺ എന്നോ ക്ലോൺസ് എന്നൊക്കെ നമുക്ക് പറയാം. ക്ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ ശരിയാണ്. അതിൽ കൂടുതൽ വരുമ്പോഴേ നമ്മൾ സാധാരണ ക്ലോൺ എന്ന വാക്ക് ഉപയോഗിക്കുകയുള്ളൂ. ബൈപേരന്റൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന പ്രോജനീസ് എല്ലാം ജനറ്റിക് വേരിയേഷൻ കാണിക്കും. അതാണ്. അപ്പൊ എന്തുകൊണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ഉത്തരം, മയോസിസ്. അപ്പൊ എന്തുകൊണ്ട് മയോസിസ് ജനറ്റിക് വേരിയേഷൻ ഉണ്ടാക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജീൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ജീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കേണ്ട ഒരു കോഡഡ് ഇൻഫർമേഷൻ ആണ് ജീൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഉണ്ടായി വരുന്നത് ഒരു സെല്ലിൽ നിന്നാണ്, സൈഗോട്ട്. നിങ്ങൾക്കറിയാം, ഈ സൈഗോട്ട് ഒരു ഓർഗാനിസം ആകുമ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ തീരുമാനിക്കാനുള്ള ഒരു കോഡാണ് ഈ ജീൻസ് എന്ന് പറയുന്നത്. ഈ ജീൻ ഇരിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്രോമസോമിലാണ് ഇരിക്കുന്നത്. ക്രോമസോംസ്, നമ്മുടെ 46 ക്രോമസോംസ്, അതിൽ 23 ഓരോ ജോഡിയിൽ ഓരോന്ന് നമുക്ക് നമ്മുടെ അച്ഛൻ തരും, ബാക്കിയുള്ള 23 അമ്മ തരും. അതായത് ഒരു സെറ്റ് നമ്മുടെ അച്ഛൻ്റെയാണ്, ഒരു സെറ്റ് അമ്മയുടെയാണ്. അതുകൊണ്ട്
നമ്മൾ ആ ഓരോ ജോഡിയിലും ഒരെണ്ണത്തിനെ മെറ്റേണൽ എന്ന് പറഞ്ഞാൽ ഫ്രം മദർ, അടുത്തതിനെ പറയും പെറ്റേണൽ എന്ന് പറഞ്ഞാൽ ഫ്രം ഫാദർ. 23 പെറ്റേണൽ ക്രോമസോംസ് ഉണ്ട്, 23 മെറ്റേണൽ ക്രോമസോംസ് ഉണ്ട്. ഇതിലാണ് നമ്മുടെ ഈ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കേണ്ട ഒരു കോഡ് ആയിട്ടുള്ള ജീനുകൾ ഇരിക്കുന്നത്. ഈ മയോസിസിൽ ക്രോമസോം പകുതിയാകുന്ന ഡിവിഷനിൽ ജീനുകൾ ഷഫിൾ ചെയ്തിട്ടാണ് ഗമീറ്റുകളിലേക്ക് പോവുക. നേരെ അങ്ങ് പകുതിയാകുകയല്ല ജീനുകൾ, ഒരു ഷഫ്ലിംഗ് ഓഫ് ജീൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ജീനുകൾ അതേപടി കൈമാറുകയാണ് പുതിയ സെല്ലിലേക്ക്. ക്രോമസോം അതേപടി പുതിയ സെല്ലിൽ എന്ന് പറഞ്ഞാൽ ജീനുകളിൽ മാറ്റമില്ല. സോ ഉണ്ടാകുന്ന പ്രോജനി എന്ന് പറയുന്നത് പേരന്റിന്റെ അതേ ജനറ്റിക് മേക്കപ്പ് ഉള്ളതായിരിക്കും, ക്ലോണുകളായിരിക്കും. ഇവിടെ ഷഫിൾ ചെയ്യപ്പെടുന്നു, അതായത് ജീനുകൾ ഷഫിൾ ചെയ്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് പകുതി ക്രോമസോമുകൾ തരുമ്പോൾ അതിലെ ജീനുകളൊന്ന് ഷഫിൾ ചെയ്തിട്ടാണ് തരിക. അതായത് നിങ്ങൾക്ക് തന്ന അതേ ജീനുകളല്ല നിങ്ങളുടെ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്ററിന് കൊടുക്കുക. വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ ബ്രദറിന് കിട്ടിയ ക്രോമസോമുകൾ അല്ലെങ്കിൽ അതിലുള്ള ജീനുകൾ എന്ന് പറയുന്നത് ഷഫിൾ ചെയ്തിട്ടാണ് അടുത്ത നിങ്ങളുടെ ബ്രദറിന് കിട്ടുക. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിനും അതുപോലെ നിങ്ങളുടെ അതേ ജനറ്റിക് മേക്കപ്പ് അല്ല, ജീനുകളിലല്ല, നിങ്ങൾക്ക് തന്ന അതേ ജീനുകളല്ല നിങ്ങളുടെ പേരൻസ് അവർക്ക് കൊടുക്കുന്ന. വ്യത്യാസമുണ്ടാവും. സിമ്പിളായിട്ട് അതിന് അനലോഗസ് ആയിട്ട് ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ ഒരു ക്രോമസോം 23 ജോഡി ചെരിപ്പുകൾ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എടുക്കുക. ഒരു ഡെക്ക് ഓഫ് കാർഡ്സ് എടുത്തിട്ട് ഞാൻ ഒരു 3 ഡെക്ക് ഓഫ് കാർഡ്സ് എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഫസ്റ്റ് ഡെക്ക് എടുക്കുന്നു, ഞാൻ നേരെ പകുതിയാക്കി 2 പേർക്ക് കൊടുക്കുന്നു. അടുത്ത ഡെക്ക് എടുക്കുന്നു, നേരെ പകുതിയാക്കി അടുത്ത 2 പേർക്ക് കൊടുക്കുന്നു. മൂന്നാമത്തേതും ഇതുപോലെ ചെയ്യുന്നു. മൂന്നാമത്തെ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നേരെ പകുതിയാക്കി കൊടുക്കുകയാണെങ്കിൽ 2 പേർക്ക് കിട്ടിയത് ഒരേ തരം കാർഡുകളായിരിക്കും. മറിച്ച് ഞാൻ ഈ ഒരു ഡെക്ക് എടുക്കുക, 2 ഡെക്ക് ഓഫ് കാർഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ 3 ഡെക്ക് ഓഫ് കാർഡ്സ് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒന്നാമത്തെ ഡെക്ക് എടുത്തിട്ടൊന്ന് ഷഫിൾ ചെയ്തതിന് ശേഷം 2 പേർക്ക് കൊടുക്കുന്നു. അടുത്ത ഡെക്കും അതിനടുത്ത ഡെക്കും ഇതുപോലെ ഷഫിൾ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടിയതെല്ലാം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള കാർഡ്സ് കിട്ടും. അപ്പം ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് അനലോഗസ് ആയ ഒരു കാര്യം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതാണ്ട് ഇതുപോലെ ജീനുകൾ ഒന്ന് ഷഫിൾ ചെയ്തിട്ടാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്ക് തരുന്നത്. അതായത് നമ്മളും നമ്മുടെ ഗമീറ്റുകളിലേക്ക് ജീനുകളെ ഷഫിൾ ചെയ്താണ് വിടുക.